ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ബബ്ലൂസ് വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് വെയിറ്റ് ലോസിന് പറ്റിയ ഒരു അടിപൊളി ബിരിയാണി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ഹൈ പ്രോട്ടീൻ, ഹൈ ഫൈബർ ഒക്കെ അടങ്ങിയിട്ടുള്ള ഒരു ക്യാരറ്റ് എടുത്തിട്ടുണ്ട്, ഒറ്റ ക്യാരറ്റും, പിന്നെ വലിയൊരു സവാള എടുത്തിട്ടുണ്ട്, 1/2 കിലോ കോളിഫ്ലവർ എടുത്തിട്ടുണ്ട്. ഇത് വെച്ചിട്ടാണ് നമ്മൾ ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ചെറുനാരങ്ങ 1, മല്ലിച്ചപ്പ്, പുതിന, പച്ചമുളക്, നമ്മൾ ബിരിയാണിക്ക് വേണ്ടി ആവശ്യമുള്ള സാധനങ്ങൾ തന്നെ. പിന്നെ വേണ്ടത് മുളക് പൊടി 1 സ്പൂൺ എടുത്തിട്ടുണ്ട്, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ബിരിയാണി മസാലപ്പൊടി, ഗരം മസാലപ്പൊടി, കുരുമുളക് പൊടി, പെരുംജീരകപ്പൊടി, ഇത്രയും പൊടി വർഗ്ഗങ്ങൾ ഞാൻ എടുത്തിട്ടുണ്ട്. അതിനുശേഷം പിന്നെ വേണ്ടത് തൈര് ഞാൻ ഇവിടെ റെഡിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ബോൺലെസ് ചിക്കനാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അത് ബ്രസ്റ്റ് പീസാണ് എടുത്തിട്ടുള്ളത്. അത് ചെറുതായിട്ട് കഷ്ണങ്ങളായിട്ട് അരിഞ്ഞ് വെച്ച് വാഷ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ചട്ടി ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ചട്ടി ചൂടായതിന് ചട്ടിയിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത് ബിരിയാണി. നല്ല ഹെൽത്തി ആയിട്ടുള്ള ബിരിയാണിയാണ് ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. വെയിറ്റ് ലോസിനൊക്കെ നന്നായി ഹെൽപ്പ് ചെയ്തിട്ടുള്ളൊരു ബിരിയാണിയാണിത്. ഇതിലേക്ക് 2 സ്പൂണ് നെയ്യ് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ ചട്ടിയിലേക്ക്. ചട്ടി ചൂടായിട്ടുണ്ട്, നെയ്യും നല്ല ചൂടായി വരുന്നത്. ഈ സമയം ഇതിലേക്ക് ഞാൻ കുനുകുനാന്ന് അരിഞ്ഞ് വെച്ചിട്ടുള്ള സവാള ഇട്ട് കൊടുക്കുകയാണ്. സവാള നന്നായിട്ട് വാടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് കൂടി ഞാൻ ചേർക്കുന്നുണ്ട്. കാരണം പെട്ടെന്ന് ഇത് വാടി കിട്ടും. അപ്പോൾ ഞാൻ ഇതിൽ ഇടുന്നതിന് എനിക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഞാൻ ചേർത്തിട്ടാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അതിനുശേഷം ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടണം. അതിനൊപ്പം തന്നെ പച്ചമുളക് ഇട്ടിട്ട് ഞാൻ വഴറ്റിയെടുക്കാം. ഇതിൻ്റെ പച്ചമണം മാറുന്ന വരെ വഴറ്റിയെടുക്കണം. അത് മൂത്ത് കഴിഞ്ഞ് വേറൊരു മണം വരും. ആ സമയത്ത് നമുക്ക് മനസ്സിലാവും ഇത് മൂത്തിരിക്കണമെന്ന്. അപ്പോൾ നമ്മൾ എടുത്തു വെച്ച മസാലപ്പൊടികളുണ്ട്, ഈ മസാലപ്പൊടികളും കൂടി ചേർത്തിട്ട് ഇതിലേക്ക് ഇട്ട് നന്നായി വഴറ്റിയെടുക്കുക. ഇതിൻ്റെയും ഒരു പച്ചമണം ഉണ്ട്. അപ്പോൾ ഈ സമയത്ത് ചട്ടിയുടെ നന്നായി ചൂടായിട്ടുള്ളതാണ് തീ കുറച്ച് വയ്ക്കുക. അതിന് ശേഷം പച്ചമണമൊക്കെ മാറി മസാലകൾ മൂത്ത് വന്നിട്ടുണ്ടെങ്കിൽ ചിക്കനും കൂടി ഇട്ടിട്ട് നന്നായി ഇളക്കി അതിൽ പിടിപ്പിക്കുക, മിക്സാക്കി എടുക്കുക. ഇതിലേക്ക് തൈര് 2 വലിയ സ്പൂണ് തൈരും ചേർക്കുന്നുണ്ട്. പിന്നെ കുറച്ച് മല്ലിച്ചപ്പും പുതിനയും കൂടി ഇട്ടിട്ട് നമ്മൾ മിക്സാക്കി എടുക്കുക കേട്ടോ. അതിലേക്ക് നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഈ സമയത്ത് ഉപ്പോ വല്ല എരിവിനോ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ നിങ്ങൾ ഇട്ട് കൊടുക്കണം കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കത് അടച്ച് വെച്ച് വേവിക്കണം. നന്നായിട്ട് അടച്ച് വെച്ചിട്ട് വേവിക്കണം. ചെറുതീയിൽ വേവിച്ചെടുക്കണം കേട്ടോ. ഹൈ ഫ്ലെയിമിൽ വെക്കിയിട്ട് ചെറുതീയിൽ. അപ്പോൾ ചിക്കനിലെ വെള്ളമൊക്കെ ഇറങ്ങി നമുക്ക് ചിക്കനൊക്കെ വെന്ത് കിട്ടും. കണ്ടില്ലേ? അപ്പോൾ ഞാനിത് അടച്ച് വെക്കാൻ പോവുകയാണ്. ഒരു 5 മിനിറ്റ് അടച്ച് വെച്ച് ചെറുതീയിൽ. അപ്പോൾ തന്നെ വെള്ളമൊക്കെ ഇങ്ങനെ തുറന്ന് നോക്കിയപ്പോൾ നന്നായിട്ട് വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. അതിന് ശേഷം ആ വെള്ളം ഒന്ന് വറ്റിയതിന് ശേഷം നമുക്ക് ഈ മസാലക്കൂട്ട് മാറ്റി വയ്ക്കാം. ഇതിലേക്ക് ബാക്കിയുള്ള ചേരുവ നമ്മുടെ ചെറുനാരങ്ങ പിഴിഞ്ഞതും ഒഴിച്ചു കൊടുത്ത് മല്ലിച്ചപ്പും പുതിനയും ഇട്ടിട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒന്ന് ഇളക്കിയിട്ട് മാറ്റി വയ്ക്കുക. അതിന് ശേഷം ഒരു പാൻ വെച്ചിട്ട് കുറച്ച് നെയ്യ് ഒഴിച്ച് പട്ട, ഗ്രാമ്പൂ, ഏലക്ക, തക്കോലം, ഇത്രയും സാധനങ്ങൾ എടുത്തിട്ട് ഞാൻ നെയ്യിലേക്ക് ഇടാൻ വേണ്ടി പോവുകയാണ്. അപ്പം ഞാൻ ഇതിലേക്ക് റൈസ്, നിങ്ങൾ വിചാരിക്കും റൈസ് ഇല്ലാണ്ട് ബിരിയാണി ഉണ്ടാക്കാൻ പോകുന്നത്. അതെ, റൈസ് കട്ട് ചെയ്തിട്ട് നമ്മൾ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഞാൻ അതിലേക്ക് കോളിഫ്ലവർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ക്യാരറ്റ് ഇട്ടിട്ടുണ്ട്. ക്യാരറ്റ് വേണമെങ്കിൽ ഇട്ടാൽ മതി. ഇവിടെ കുട്ടികൾക്ക് ക്യാരറ്റ് ഭയങ്കര ഇഷ്ടമുള്ളതുകൊണ്ടാണ് ഞാൻ ക്യാരറ്റ് ചേർത്തത്. ക്യാരറ്റ് ഇല്ലാണ്ട് തന്നെ നിങ്ങൾക്ക് കോളിഫ്ലവർ വെച്ചിട്ട് ഉണ്ടാക്കാം കേട്ടോ. ഭയങ്കര ടേസ്റ്റാണ്. നമുക്ക് കാർബ്, അരി, ചപ്പാത്തി അങ്ങനത്തേതൊക്കെ ഒഴിവാക്കിയിട്ട് തന്നെ നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫുഡുകളായിട്ട് നമ്മൾ വെയിറ്റ് ലോസ് ചെയ്യാം. ഞാൻ വെയിറ്റ് ലോസിന് യൂസ് ചെയ്യണ അടിപൊളി ബിരിയാണി തിന്നാൻ തോന്നുമ്പോൾ ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് കഴിക്കും. ഭയങ്കര ടേസ്റ്റ്. വയറും ഫുള്ളാവും, നമുക്ക് വെയിറ്റ് കൂടും ചെയ്യില്ല. ഈ സമയത്ത് ഇതിലേക്ക് തുള്ളി ഉപ്പും കൂടി ചേർക്കണം. എന്നിട്ട് നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം അടച്ച് വേവിക്കുക. തീ കുറച്ചിട്ട് അടച്ച് വെച്ചിട്ട് 2 മിനിറ്റ് വേവിച്ചിട്ട് തന്നെ ഇത് പകുതി വെന്ത് കിട്ടും. ആവിയിൽ കിടന്നിട്ട് നമ്മൾ ഉപ്പേരി കണ്ടെങ്കിലേ അതുപോലെ തന്നെ ആവിയിൽ കിടന്ന് വെന്ത് കിട്ടും. അതിന് ശേഷം ഇത് മാറ്റിയതിന് ശേഷം ഇളക്കി ഇട്ട് നമ്മളത് വേവിച്ചെടുക്കുക. 1/4 ഭാഗം വെന്താൽ മതി. നമ്മളതൊന്ന് എടുത്ത് വായിലിട്ട് നോക്കിയാൽ തന്നെ മനസ്സിലാവും അത് വെന്ത് കിട്ടുന്നുണ്ടോ ഇല്ലേന്ന്. കാരണം കുനുകുനാന്ന് അരിഞ്ഞത് കൊണ്ട് പെട്ടെന്ന് തന്നെ അത് വെന്ത് കിട്ടും നമുക്ക്. അതിന് ശേഷം ഇത് മാറ്റി വെച്ചിട്ട് നമ്മൾ ആദ്യം എടുത്ത് വെച്ച ചിക്കൻ്റെ മസാലക്കൂട്ടില്ലേ, ആ മസാലക്കൂട്ട് അടുപ്പത്ത് വെച്ചിട്ട് ഇതിലേക്ക് നമ്മുടെ ഈ കുനുകുന അരിഞ്ഞിട്ടും നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള കോളിഫ്ലവറിൻ്റെ മിക്സ് ഉണ്ടല്ലോ,
അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. വേവിച്ച് വെച്ചിട്ടുള്ളത് ഇട്ടിട്ട് രണ്ടും കൂടി മിക്സ് ചെയ്യാം. ചിക്കനും ഇപ്പം നമ്മൾ റെഡിയാക്കുന്ന കോളിഫ്ലവറിൻ്റെ മിക്സും കൂടി ഇതിലേക്ക് ഇട്ടിട്ട് ബാക്കി വരുന്ന മല്ലിച്ചപ്പും പുതിനയൊക്കെ ഇതിലിട്ടിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് എപ്പോഴാണോ ഉപയോഗിക്കേണ്ടത്, ബിരിയാണി വിശക്കുമ്പോൾ ഉപയോഗിക്കുക. നന്നായിട്ട് വയറ് നിറച്ച് ബിരിയാണി കഴിക്കുക. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഉണ്ടാക്കി നോക്കിക്കോളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ ഫ്രണ്ട്സ് ആൾക്കൊക്കെ അയച്ചു കൊടുക്കണം കേട്ടോ. ഹെൽത്തി ആയിട്ടുള്ള ബിരിയാണിയാണേ.